നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് CPM നേതാവ് M. സുരാജ്. വഖഫ് ഭേദഗതി ബില്ലിൽ കേരളത്തിലെ MP-മാർ പിന്തുണയ്ക്കണമെന്ന് കേരള കത്തോലിക്ക സഭ മുഖപത്രം. മുനമ്പത്ത് പരിഹാരം വഖഫ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആലപ്പുഴ ടൂറിസം മലമ്പുഴ ഉദ്യാനവും പാർക്കും സ്വദേശ് ദർശൻ 2.0 സ്കീമിൽ ഉൾപ്പെടുത്തി. പദ്ധതിക്കായി 169 കോടിയിലധികം രൂപ കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുവദിച്ചു. വഖഫ് ബില്ലിനെ അനുകൂലിക്കാത്ത MP-മാരെ ബഹിഷ്കരിക്കുമെന്ന് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ. മ്യാൻമറിന് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ യാങ്കോണിൽ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ്. മുറികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. യുവാക്കളുടെ മനസ്സിൽ പ്രതീക്ഷ നിറച്ചില്ലെങ്കിൽ അവർ സിരകളിൽ മയക്കുമരുന്ന് നിറയ്ക്കുമെന്ന് രാഹുൽ ഗാന്ധി. ഭൂനിയമ ഭേദഗതിയിലെ ചട്ടം രൂപീകരിക്കാൻ വൈകുന്നു. സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ശ്രീനഗറിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് സർവീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് മരിച്ച നിലയിൽ. LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. കേന്ദ്രത്തെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ ലേഖനത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. അണ്ണാ-DMK BJP സഖ്യം വീണ്ടും ഉറപ്പിക്കാൻ തമിഴ്നാട്ടിൽ പുതിയ നീക്കവുമായി BJP കേന്ദ്ര നേതൃത്വം. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനിടയിലും വഖഫ് ബിൽ പാർലമെന്റിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.